2020 ലോകകപ്പ് ഫൈനലിൽ ഇന്ത്യ മികച്ച സ്കോറിനായി പൊരുതുകയാണ്. ഇപ്പോൾ 125 റൺസ് പിന്നിട്ടിട്ടുണ്ട്. 4 വിക്കറ്റ് മാത്രമേ നഷ്ടമായിട്ടുള്ളൂ. ശരാശരി ഒരു 170 സ്കോറിലേക്ക് എത്തും എന്നൊക്കെയാണ് പ്രതീക്ഷിക്കുന്നത്. സ്പോർട്സ് ഡെസ്കിൽ നിന്ന് അനിൽ വാസുദേവ് കൂടുതൽ വിവരങ്ങൾ നൽകും. അനിൽ, തുടക്കത്തിലെ തിരിച്ചടി ഇന്ത്യ കരകയറി ശക്തമായി തിരിച്ചു വരുന്നു. ഒരു മികച്ച സ്കോർ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു ടോട്ടലിലേക്ക് എത്തുമെന്ന് കരുതാം അല്ലേ? തീർച്ചയായും ഇന്ത്യ ഒരു മികച്ച ടോട്ടലിലേക്ക് എത്തുമെന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത്. കാരണം ഇപ്പോൾ ഇനി 4 ഓവർ കൂടിയാണ്, 4 ഓവറിൽ താഴെയാണ് ശേഷിക്കുന്നത്. പക്ഷേ ഇന്ത്യ 130 അടുക്കുകയാണ്. എന്തായാലും ഇന്ത്യ ഇതിനെ സഹായിച്ചത് വിരാട് കോഹ്ലിയുടെയും അക്സർ പട്ടേലിൻ്റെയും ബാറ്റിംഗ് പ്രകടനമാണ്. എടുത്തു പറയേണ്ടത് അക്സർ പട്ടേലിൻ്റെ പ്രകടനം തന്നെയാണ്. ബാറ്റിംഗ് ഓർഡറിൽ കയറി വന്ന അക്സർ പട്ടേൽ ഉഗ്രനായി കളിക്കുകയും 47 റൺസ് എടുക്കുകയാണ് ചെയ്തത്. ഒരു നിർഭാഗ്യകരമായ ഒരു റണ്ണൌട്ടിൽ അദ്ദേഹത്തിൻ്റെ അശ്രദ്ധ തന്നെ എന്ന് വേണമെങ്കിൽ പറയാം. അതിൽ പുറത്തായിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇന്ത്യക്ക് ഈ ഘട്ടത്തിൽ ഇതിനേക്കാൾ ഒരു മികച്ച സ്കോറിലേക്ക് അക്സറിനെ നയിക്കാമായിരുന്നു. എന്തായാലും വിരാട് കോഹ്ലിയിൽ പ്രതീക്ഷ വയ്ക്കുകയാണ് ഇന്ത്യ. വലിയ സ്കോറിലേക്ക് 160 മുകളിലേക്കുള്ള ഒരു സ്കോറിലേക്ക് ഇന്ത്യ എത്തുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഈ ലോകകപ്പിൽ ബാറ്റ് ഫസ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ 150 ഇവിടുത്തെ ഒരു ആവറേജ് സ്കോർ. ബാർബഡോസിൻ്റെ ചരിത്രം എടുക്കുമ്പോൾ അവിടുത്തെ ആ പിച്ചിൽ 162 മൊത്തത്തിലുള്ള ഒരു സ്കോർ. എന്തായാലും ഇന്ത്യ വലിയ സ്കോറിലേക്ക്, ഒരു പൊരുതാവുന്ന ഒരു സ്കോറിലേക്ക് ഇന്ത്യ എത്തുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ 129 റൺസ് 16.3 ഓവറിൽ ഇന്ത്യ എത്തി നിൽക്കുന്നു. 49 റൺസുമായി വിരാട് കോഹ്ലി, 46 പന്തിൽ ശിവൻ ദൂബെ 11 പന്തിൽ 17 എന്നിവരാണ് ഇപ്പോൾ നിലവിൽ ക്രീസിലുള്ളത്. എന്തായാലും ശിവൻ ദൂബെയും വിരാട് കോഹ്ലിയും എല്ലാം ശേഷിക്കുന്ന പന്തുകളിൽ വലിയ സ്കോർ അല്ലെങ്കിൽ വലിയ 6കളും 4കളും ഇന്ത്യക്ക് ആവശ്യമാണ്. ബിഗ് ഹിറ്റിംഗ് തന്നെ ആവശ്യമാണ്. എന്തായാലും വലിയ സ്കോറിലേക്ക് ഇന്ത്യ പോകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ഇന്ത്യക്ക് സമീപകാലത്തൊക്കെ തന്നെ ഫൈനലുകളിൽ തിരിച്ചടി നേരിട്ടിട്ടുണ്ട്. പക്ഷേ ഇത്തവണ അത് മറികടക്കാമെന്ന് തന്നെയാണ് ഇന്ത്യ കരുതുന്നത്. വിജയകുമാർ. അനിൽ, കോഹ്ലി എനിക്ക് തോന്നുന്നു അദ്ദേഹം ഒരു മികച്ച ഇന്നിങ്സ് അദ്ദേഹത്തിൻ്റെ ഈ വേൾഡ് കപ്പിൽ ഇതുവരെ ഒരു മനോഹരമായ ഇന്നിങ്സ് കളിക്കാൻ പറ്റിയിട്ടില്ല. അതിവിടെ കാണുന്നുണ്ട്. അപ്പോൾ ഈ ഇന്ത്യയുടെ ഒരു നല്ല ഒരു ചലഞ്ചിങ് ടോട്ടലിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ഒരു പക്ഷേ നമുക്ക് കോഹ്ലിക്ക് കൊടുക്കാമെന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെ എത്തുകയാണെങ്കിൽ, അതിലേക്ക് എത്തുകയാണെങ്കിൽ ഒരു 150 കടക്കും. തീർച്ചയായും സെഞ്ചുറി ആയിട്ടുണ്ട് കോഹ്ലി. സെഞ്ചുറിയിലേക്ക് കടന്നു എന്ന് തോന്നുന്നു. വിരാട് കോഹ്ലി 50 റൺസിലേക്ക് എത്തുന്നു വിരാട് കോഹ്ലി. എന്തായാലും വിരാട് കോഹ്ലിയെ കുറിച്ച് പറയേണ്ടത്, നമ്മൾ അദ്ദേഹത്തിൻ്റെ ഒരു 1-2 പെർഫോമൻസ് കൊണ്ട് അല്ലെങ്കിൽ 1-2 മാച്ചുകൾ കൊണ്ട് ഒരിക്കലും വിരാട് കോഹ്ലിയെ പോലുള്ള ഒരു ക്ലാസ് ബാറ്ററെ നമ്മൾ ഒരിക്കലും എഴുതി തള്ളാനാവില്ല. ഈ ലോകകപ്പിൽ കഴിഞ്ഞ 7 മത്സരങ്ങളിലും കോഹ്ലിയുടെ ഉയർന്ന സ്കോർ 37 റൺസ് മാത്രമാണ്. അങ്ങനെയുള്ളപ്പോൾ കോഹ്ലി എഴുതി തള്ളിയിട്ടുണ്ട്. കോഹ്ലിയെ ടീമിൽ നിന്ന് പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടവരുണ്ട്. പക്ഷേ രോഹിത് ശർമ്മ പറഞ്ഞ വാക്കുകൾ, കോഹ്ലിയുടെ ഇന്നിങ്സ് വരാനിരിക്കുന്നത് ഒരു പക്ഷേ ഫൈനലിലായിരിക്കാം. രോഹിത്തിൻ്റെ വാക്കുകൾ, ദ്രാവിഡിൻ്റെ വാക്കുകൾ പൊന്നായിരിക്കുന്നു എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കോഹ്ലി അങ്ങനെ അർദ്ധ സെഞ്ചുറിയിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. എന്തായാലും 50 റൺസ് തികച്ചിരിക്കുകയാണ് കോഹ്ലി. 48 പന്തിൽ 4 4 അടക്കമാണ് കോഹ്ലിയുടെ ഈ 50 റൺസ്. ആദ്യ ഓവറിലാണ് ഈ 3 4 അടിച്ചത്. അതിനുശേഷം ഇന്ത്യ കൂട്ടത്തകർച്ച നേരിട്ടപ്പോൾ കോഹ്ലി അദ്ദേഹത്തിൻ്റെ സ്വതസിദ്ധമായ ശൈലിയിൽ പിടിച്ചു നിന്ന് ആങ്കറിംഗ് റോളിൽ കളി കൊണ്ടുപോവുകയാണ്. എന്തായാലും ഇനി ശിവൻ ദുബെ പഴികേട്ടതാണ് കഴിഞ്ഞ കളിലൊക്കെ. ഇപ്പോൾ ശിവൻ ദുബെയും അവസരത്തിന് ഉയരുന്നുണ്ട്, നല്ല പിന്തുണ കൊടുക്കുന്നുണ്ട് കോഹ്ലിക്ക് എന്നതും ഈ ഘട്ടത്തിൽ സന്തോഷം നൽകുന്നുണ്ട്. തീർച്ചയായും 12 പന്തിൽ 21 റൺസാണ് ഇപ്പോൾ ശിവൻ ദുബെയുടെ സ്കോറായി നിൽക്കുന്നത്. 2 4 1 6. ഇപ്പോൾ ആൻഡ്രിക് നോർക്കിയെ ശിവൻ ദുബെ ഒരു 4 കൂടെ പായിച്ചിരിക്കുകയാണ്. എന്തായാലും അവസാന ഓവറുകളിൽ ഇനി 3 ഓവർ കൂടിയാണ് ശേഷിക്കാനുള്ളത്. 134-4 എന്നതാണ് ഇന്ത്യയുടെ സ്കോർ. ഒരു 3 ഓവറിൽ ഇന്ത്യക്കൊരു 10 റൺസിന് പോരാ, 160 പോരാ. എൻ്റെ ഒരു ആഗ്രഹം അല്ലെങ്കിൽ അനുമാനം വെച്ച് നോക്കുമ്പോൾ ഇന്ത്യ ഒരു 40-50 റൺസ് അടിക്കുകയാണെങ്കിൽ ഇന്ത്യക്ക് തിരിഞ്ഞു നോക്കേണ്ടി വരില്ല എന്ന് തന്നെയാണ്. 162 തന്നെയാണ് ഈ ബാർബഡോസിലെ ഒരു ആവറേജ് ഫസ്റ്റ് ഇന്നിംഗ്സ് സ്കോർ. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു സ്കോർ എടുക്കേണ്ടതുണ്ട്. കാരണം ഞാൻ കഴിഞ്ഞ തവണയും ഒക്കെ തന്നെ നിരന്തരം പറയുന്നതാണ്, നമ്മൾ ഭയക്കേണ്ടതുണ്ട്. ഈ ദക്ഷിണാഫ്രിക്കയുടെ വെടിക്കെട്ട് ബാറ്റർമാർ, 2020 സ്പെഷ്യലിസ്റ്റുകൾ എന്ന് വിളിക്കാവുന്ന നിരവധി താരങ്ങൾ ആ ടീമിലുണ്ട്. അവർക്കെതിരെ വലിയ ഒരു സ്കോർ തന്നെ ഇന്ത്യക്ക് പടുത്തു വരില്ലെങ്കിൽ ഇന്ത്യക്ക് പൊരുതുക അല്ലെങ്കിൽ ഒരു ആശങ്കയോടുകൂടി തന്നെ ഇന്ത്യ പന്തെറിയേണ്ടി വരും. എന്തായാലും ഇന്ത്യയുടെ ബൗളർമാരും ഇതിൽ നിർണായകമാകുമെന്ന് തന്നെ നമുക്ക് കരുതാം. ഇന്ത്യയുടെ ഇപ്പോൾ തന്നെ പിച്ചിൽ വലിയ രീതിയിൽ വേരിയേഷൻ സ്പിന്നർമാർക്ക് ആനുകൂല്യമൊക്കെ കിട്ടുന്നതാണ് നമുക്ക് കാണുന്നത്. കേശവ് മഹാരാജ് ആകട്ടെ, ഒരു 6 കൂടി വന്നിട്ടുണ്ട് അനിൽ. ഒരു 6 കൂടി വന്നിരിക്കുകയാണ്. ഇപ്പോൾ
കോഹ്ലിയുടെ ബാറ്റിൽ നിന്നാണ് ആ സിക്സ് വന്നിരിക്കുന്നത്. 56 140ലേക്ക് എത്തിയിരിക്കുന്നു. അതായത് അവരുടെ സ്ട്രൈക്ക് ബൗളറെ തന്നെയാണ് സിക്സർ പറത്തിയിരിക്കുന്നത്. കഗീസോ ഇതിലിപ്പോൾ രോഹിത് പുറത്തായെങ്കിലും നമ്മൾ ഒരു ക്യാപ്റ്റന്റെ ഒരു എന്താണ് അദ്ദേഹത്തിന്റെ ഒരു ഇടപെടൽ ഇവിടെ അക്സറിനെ നേരത്തെ ഇറക്കുന്നു, ഹാർദിക് പാണ്ഡ്യയെ കുറച്ചുകൂടി താഴേക്ക് മാറ്റുന്നു. അപ്പോൾ ഇനിയിപ്പോൾ ഒരു വിക്കറ്റ് പോയാലും പാണ്ഡ്യൻ ഇറങ്ങാനുള്ളത്, അപ്പോൾ വേഗം കുറയാൻ പാടില്ല സ്കോറിങ്ങിന് എന്നത് ഈ ഘട്ടത്തിൽ അതൊരു ക്യാപ്റ്റന്റെ ഒരു ടെക്നിക്ക് എന്ന നിലയിൽ നമുക്ക് അതിനെ വിലയിരുത്താം അല്ലേ? തീർച്ചയായിട്ടും രോഹിത്തിന്റെ ഒരു ടീം സെലക്ഷനെ കുറിച്ച് പലപ്പോഴും രോഹിത്തും ദ്രാവിഡിന്റെ ഒരു പ്ലാൻ എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും സ്റ്റിക്ക് ടു ദ പ്ലാൻസ്, അതിനനുസരിച്ചായിരിക്കും അവരുടെ ടീം സെലക്ഷനും മറ്റു കാര്യങ്ങളും ഒക്കെ തന്നെ. ഈ ലോകകപ്പ് സെലക്ഷൻ സംബന്ധിച്ച് വലിയ ചർച്ചകൾ ഉണ്ടായിരുന്നത് രണ്ട് കാര്യങ്ങളിലാണ്. ഒന്ന്, അക്സർ പട്ടേലിനെ എന്തിന് ടീമിലെടുത്തു എന്ന് ചോദിച്ചവർ നിരവധിയുണ്ട്. കാരണം IPL-ലൊന്നും വലിയ പ്രകടനം നടത്താത്ത അക്സർ പട്ടേൽ എന്തിന് ടീമിലെത്തി? ഒരുപക്ഷെ യുസ്വേന്ദ്ര ചഹലിന് മുകളിൽ നിർത്താൻ എന്ത് ക്വാളിറ്റിയാണ് അക്സറിനുണ്ട് എന്ന് ചോദിച്ച നിരവധി ആളുകളുണ്ട്. പക്ഷേ അക്സറാണ് യഥാർത്ഥ 3D പ്ലെയർ എന്ന് നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. കാരണം ബാറ്റ് കൊണ്ട്, ബൗള് കൊണ്ട്, ഒപ്പം തന്നെ കഴിഞ്ഞ മത്സരത്തിലേക്ക് നിർണായക ക്യാച്ച് എടുത്തത് നമ്മൾ കണ്ടു. ഇന്നും അത്തരം ഒരു ഇന്നിങ്സ് ആണ് അക്സറിന്റെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത്. ആ 47 റൺസ്, ഒരുപക്ഷെ കോഹ്ലി ഒരു പതറിപ്പോയ ഘട്ടത്തിൽ അക്സറാണ് ഇന്നിങ്സിനെ മുന്നോട്ട് കൊണ്ടുപോയത്. തുടരെ സിക്സർ വായിക്കുന്നു, ഒപ്പം തന്നെ അടിച്ചു തകർക്കുന്നു. ഇപ്പോൾ കോഹ്ലി ഒരു ബൗണ്ടറി കൂടി നേടിയിരിക്കുകയാണ്. 146-4 എന്ന സ്കോറിലേക്ക് എത്തിയിരിക്കുന്നു. ഈ ഓവറിൽ കഗീസോ റബാഡയെ കടന്നാക്രമിക്കുന്ന കോഹ്ലിയാണ് കാണുന്നത്. ആദ്യ പന്തിൽ 6, രണ്ടാം പന്തിൽ ഒരു ഡബിൾ ഓടിയിരിക്കുന്നു. ഇപ്പോൾ ഒരു 4 കൂടി, ഒരു പക്ഷേ ഒരു ഹിറ്റ് പുൾ ഷോട്ടിന്റെ വിദഗ്ധൻ ഇന്ത്യൻ ടീമിൽ ഹിറ്റ്മാൻ നമ്മുടെ രോഹിത് ശർമ്മയായിരിക്കാം. മികച്ച ഒരു പുൾ ഷോട്ട് കളിക്കുന്ന കോഹ്ലിയെ കാണാം. എന്തായാലും കൃത്യമായ പന്ത് ലോങ് റണ്ണിലേക്കൊക്കെ തന്നെ കൊണ്ടുപോകുന്ന കോഹ്ലിയെ കാണുന്നു. കോഹ്ലിയുടെ ചിരിച്ച് കാണുന്ന, അല്ലെങ്കിൽ ആ അഗ്രഷൻ തന്നെയാണ് നമുക്കിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. 17.3 ഓവറിൽ 146-4. വിജയകുമാർ തുടക്കത്തിൽ പറഞ്ഞു റൺ റേറ്റിനെ കുറിച്ചായിരുന്നു. റൺ റേറ്റും ഉയരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. 8.34 എന്നുള്ളതാണ് ഇന്ത്യയുടെ റൺ റേറ്റ്. ഇതിപ്പോൾ 8.32 കുറഞ്ഞിരിക്കുന്നു. എന്തായാലും 4 വിക്കറ്റ് നഷ്ടത്തിൽ 134. അവരുടെ സ്ട്രൈക്ക് ബൗളറെ തന്നെ എടുത്തടിക്കുന്ന കാഴ്ചയാണ് നമ്മൾക്ക് കാണുന്നത്. അവിടുത്തെ റോൾ സ്കോറിൻ്റെയും, അതായത് അവിടുത്തെ ഒരു ചിയറിംഗ് സ്ഥാനത്തിൻ്റെ ഡെസിബലൊക്കെ കാണിക്കുന്നുണ്ട്. എന്തായാലും ഇന്ത്യ വലിയ പ്രതീക്ഷയിൽ തന്നെ മികച്ച സ്കോറിലേക്ക് ഇന്ത്യ പോകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. 17.4 പന്തിൽ 147-4, 150 അടുക്കുന്നു ടീം ഇന്ത്യ. ഇനി 2 ഓവറാണ് ശേഷിക്കുന്നത്. അതിൽ അവസാന 2 ഓവറുകളിലും ഒരു 20-30 റൺസ് കൂടി നേടിയാൽ ഇന്ത്യക്ക് ആശങ്ക വേണ്ട. ഇന്ത്യയുടെ കരുത്തുറ്റ ബൗളർമാർക്ക് ജസ്പ്രീത് ബുംറയ്ക്കും അക്സർ പട്ടേലിനും കുൽദീപ് യാദവിനുമെല്ലാം ആശ്വാസത്തോടു കൂടി പന്തെറിയാം. ദക്ഷിണാഫ്രിക്കയെ എറിഞ്ഞിടാമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. വിജയകുമാർ.